ഹലോ സ്റ്റുഡൻസ്, CMA ഇന്ററുടെ എക്സാം എടുക്കാറായില്ലേ? ഇനിയും ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്, ഒത്തിരി കാര്യങ്ങളൊന്നും നോക്കി കഴിഞ്ഞിട്ടില്ല എന്നുള്ള വേവലാതിയിലായിരിക്കും എല്ലാ സ്റ്റുഡൻസും. അതും ഒരു സബ്ജക്ട് മാത്രമല്ലല്ലോ, ഒത്തിരി സബ്ജക്ട്സ് നമുക്ക് നോക്കാനുണ്ട്. പക്ഷേ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ കുറിച്ച് ടെൻഷൻ വേണ്ട എന്ന് പറയാനാണ് ഈ വീഡിയോ. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ചിടത്തോളം +1 മുതൽ കൊണ്ട് തന്നെ ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും ഡിപ്രീസിയേഷനും ബാങ്ക് റീകോൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റും സബ്സിഡിയറി ബുക്കും ഞാനിപ്പോൾ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതെല്ലാം ഈ ഗ്രൂപ്പിലും നമുക്ക്, അതായത് ഗ്രൂപ്പ് 1ലും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഉള്ളത് തന്നെയാണ്. സോ എപ്പോൾ തൊട്ട് നമ്മൾ പഠിക്കുന്നതാ അല്ലേ? സോ ബാക്കിയുള്ള സബ്ജക്ട്സിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി റിലാക്സ് ആയിട്ട്, അതും നല്ല മാർക്കോട് കൂടിയിട്ട് നമുക്ക് പാസ്സാവാൻ പറ്റുന്ന വൺ ഓഫ് ദ ഹൈ സ്കോറിംഗ് സബ്ജക്റ്റ് ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഐ ഗ്യാരണ്ടി യു സ്മാർട്ടായിട്ട് പഠിക്കേണ്ട ടോപ്പിക്കുകൾ, അതായത് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടോപ്പിക്കുകൾക്ക് മാത്രം കൂടുതൽ പ്രസക്തി കൊടുത്തുകൊണ്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എക്സംഷൻ വാങ്ങി നമുക്ക് പാസ്സാവാൻ പറ്റും. അത് ഏതൊക്കെ ടോപ്പിക്കുകൾ നമ്മൾ നോക്കണം, എങ്ങനത്തെ ടോപ്പിക്, അതിൽ ഏതൊക്കെ കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രസക്തി കൊടുക്കേണ്ടത് എന്ന് പറയാനാണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഷാൽ വി സ്റ്റാർട്ട്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ സ്റ്റഡി മെറ്റീരിയലിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ ഓരോ ടോപ്പിക്കിനും എത്രയാണ് അതിന്റെ വെയിറ്റേജ് എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ഇട്ടിട്ടുണ്ട് അല്ലെ? സോ അത് പ്രകാരം തന്നെ നമുക്ക് പോവാം. പൊതുവെ എല്ലാവരും ആദ്യം തൊട്ടാണ് വരിക, നമുക്കൊന്ന് മാറ്റി പിടിക്കാം. നമുക്കൊന്ന് റിവേഴ്സ് ഗിയർ എടുക്കാം. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാവും. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ് ഏറ്റവും അവസാനത്തെ നമ്മുടെ ടോപ്പിക്. അതിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 20%. അതായത് 100 മാർക്കിൽ 20 മാർക്കിന് നമുക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് മാത്രം വരും. ഇതിനോടകം തന്നെ നിങ്ങൾ എല്ലാവരും ആ ടോപ്പിക്കുകൾ ഒന്ന് കവർ ചെയ്ത് പോയിട്ടുണ്ടാവും. നമുക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 ഉണ്ട്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 10 ഉണ്ട്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 11 ഉണ്ട്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 16 ഉണ്ട്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 12 ഉണ്ട്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 22 ഉണ്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഇത്രയും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇതൊക്കെ ഗോ ത്രൂ ചെയ്ത ആൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ടെക്സ്റ്റ് ബുക്കിൽ ഫുൾ തിയററ്റിക്കലി ആണല്ലോ എഴുതിയിരിക്കുന്നത്. ആകെ 1-2 പ്രോബ്ലംസ് മാത്രമേ എല്ലാ സ്റ്റാൻഡേർഡിനും ഉള്ളൂ. പിന്നെ കൂടുതലും അപ്ലിക്കേഷൻ ലെവലിലായിരിക്കും ഇവർ ചോദിക്കാൻ സാധ്യത. അതില് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 11, അതായത് ദി ഇഫക്റ്റ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ഓൾറെഡി ബ്രാഞ്ച് അക്കൗണ്ട്സിൽ പഠിക്കുന്നുണ്ട്, ഫോറിൻ ബ്രാഞ്ച്. സോ അത് പഠിച്ചാൽ തന്നെ അതിന്റെ പകുതി മുക്കാൽ ഭാഗവും നിങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞു എന്നാണ്. പിന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 11 സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? വേണ്ട. സോ ബി സ്മാർട്ട്. മനസ്സിലാവുണ്ടോ? ആൻഡ് അത് മാത്രമല്ല, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 10 എന്നുള്ളത് പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്വിപ്മെന്റ് ആണ്. അത് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇറ്റ് ഈസ് റിഗാർഡിംഗ് ഫിക്സഡ് അസറ്റിന്റെ ഡിപ്രീസിയേഷൻ കൊടുക്കുന്നതും എങ്ങനെയാണ് ഫിക്സഡ് അസറ്റിനെ ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെയാണ്. ഇതിന്റെ ഒരു മേജർ ഭാഗം നിങ്ങൾ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും ഇതിനോടകം. സോ ഓബ്വിയസ്ലി 2 at a time എന്ന് പറയുന്ന പോലെ ഒരേ സമയം 2 കാര്യങ്ങളും നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. സോ അതിന്റെ കോൺസെപ്റ്റ് തന്നെയാണ് നിങ്ങൾക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 10ൽ വരുന്നത്. അതിന്റെ രീതിയിലുള്ള ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക. കൂടുതലും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിന് ഇതുനാൾ വരയ്ക്കും വന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു അനാലിസിസിന്റെ ബേസിസിൽ പറയുകയാണെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിന് ഓഫ്കോഴ്സ് തിയറിറ്റിക്കലി വരും, എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞിട്ട് വരാറുണ്ട്, അതിലൊന്നും ഒരു മാറ്റവും ഇല്ല. പക്ഷെ MCQs വരും, അതേപോലെ ഏതെങ്കിലും ഒരു പ്രോബ്ലം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറയും. സോ അതൊക്കെ ഓൾറെഡി ഡിപ്രീസിയേഷൻ പഠിച്ച ആൾക്കും ഓൾറെഡി ബ്രാഞ്ച് അക്കൗണ്ട്സ് പഠിച്ച ആൾക്കും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുമായിട്ട് അതിനെ ചാർന്ന് വരുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് വരുമ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അപ്ലൈ ചെയ്ത് എഴുതാൻ പറ്റും. പിന്നെ ബാക്കിയുള്ളത് എന്താ? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 16 ബോറോയിങ് കോസ്റ്റും, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 12 ഗവൺമെന്റ് ഗ്രാന്റും. ഗവൺമെന്റ് ഗ്രാന്റ് ഒക്കെ നിങ്ങൾക്ക് പുതിയൊരു കാര്യം തന്നെയാണ്, അതിനൊക്കെ കൂടുതൽ പ്രസക്തി കൊടുത്ത് നിങ്ങൾ പഠിച്ചേ പറ്റൂ. സോ സ്വാഭാവികമായിട്ടും സ്മാർട്ട് ആയിട്ട് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുക്കേണ്ട അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 16 ബോറോയിങ് കോസ്റ്റ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 12 അക്കൗണ്ടിങ് ഫോർ ഗവൺമെന്റ് ഗ്രാന്റ്, പിന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസി. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓൾറെഡി നിങ്ങൾ ഗ്യാപ്പ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് പഠിച്ചതാണ്, ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. സോ അതിൽ വരുന്ന ഭൂരിപക്ഷം കാര്യങ്ങൾ തന്നെയാണ് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1ൽ വരുന്നത്. ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് അസംഷൻസ് ഏതൊക്കെയാണ്? ഗോയിങ് കൺസേൺ, കൺസിസ്റ്റൻസി, അക്രൂവൽ, ഇതിനെ കുറിച്ചൊക്കെ പഠിച്ചു വെക്കുക. സോ ഇതിനെ കുറിച്ച് പഠിച്ചു വെച്ചാൽ തന്നെ അതിന്റെ പകുതി മുക്കാൽ ഭാഗവും കഴിഞ്ഞു. 20ൽ മാക്സിമം 15ന്റെ മേലെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എക്സ്ക്ലൂസീവ്ലി. സോ ദാറ്റ്സ് ഓൾ. ഇനി ഇതല്ലാതെ നേരെ കമ്മിങ് ബാക്ക് ടു അക്കൗണ്ടിങ് ഫണ്ടമെന്റൽ,
നിങ്ങൾ +1 മുതൽ കൊണ്ട് ജേർണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ്, സബ്സിഡിയറി ബുക്കിലാണെങ്കിലോ സിംഗിൾ കോളം ക്യാഷ് ബുക്ക്, ഡബിൾ കോളം ക്യാഷ് ബുക്ക്, ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക്, പെറ്റി ക്യാഷ് ബുക്ക്, പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക്, പർച്ചേസ് റിട്ടേൺ ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്ക്. ഞാനിപ്പോ പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ then you are in the right track. വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നില്ല, അയ്യോ ഇത്രയും കാര്യങ്ങളുണ്ട്, ഞാൻ ഇതൊക്കെ ഓൾറെഡി പഠിച്ചതാണ്, ഇനിയും നോക്കണമല്ലോ എന്നുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത് ഡോണ്ട് വറി, സ്റ്റിൽ യു ഹാവ് ടൈം. ഇപ്പോഴും നിങ്ങൾക്കൊരു ഡിസിപ്ലിൻഡ് സ്റ്റഡി നിങ്ങൾക്ക് നടത്താൻ പറ്റുമെങ്കിൽ ഐ ഗ്യാരണ്ടി യു 60 മാർക്സിന്റെ മേലെ നിങ്ങൾക്ക് മാർക്ക് വാങ്ങിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഓൾറെഡി നിങ്ങൾ ഫൗണ്ടേഷനിൽ ഈ സിംഗിൾ കോളം, ഡബിൾ കോളം, ട്രിപ്പിൾ കോളം, പെറ്റി ക്യാഷ് ബുക്ക്, പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക് ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഒക്കെ അവർ ചോദിച്ചതാ. സോ ഇതൊന്നും കൂടുതൽ വരാൻ സാധ്യതയില്ല. അഫ്കോഴ്സ് BRS നിങ്ങൾ നോക്കണം, ബാങ്ക് റീകോൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് നോക്കിയേ പറ്റൂ. ആൻഡ് അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്, എറർ റെക്ടിഫിക്കേഷൻ എന്നൊക്കെ 4 മാർക്കിനോ അല്ലെങ്കിൽ MCQയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ 7 മാർക്കിന്റെ, നമുക്ക് മാക്സിമം മാർക്ക് 7 ആണെന്നുള്ള അറിയാലോ അല്ലെ. ഇതിന് മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറുടെ അനാലിസിസ് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് 7 മാർക്കിന്റെ ചോദ്യമാണ് ഏറ്റവും മാക്സിമം ആയിട്ട് വരുന്നത്. ചിലപ്പോൾ ഒരു സെറ്റിൽ തന്നെ 7+7 എന്ന് പറഞ്ഞിട്ട് 14 മാർക്കിന്റെ വരുമായിരിക്കും. അപ്പൊ ഈ ബേസിക്സ് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ BRSും അതുപോലെ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സിനൊക്കെ കൂടുതൽ പ്രസക്തി നൽകുക. സോ അതിന്ന് നിങ്ങൾക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റും. സോ ഞാൻ ഇപ്പൊ ഇതുവരെ പറഞ്ഞതിൽ BRS നോക്കണം, റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് നോക്കണം. പിന്നെ അഗെയിൻ കമ്മിങ് ഫൗണ്ടേഷനിൽ പഠിച്ച അതേ കാര്യം റിപ്പീറ്റ് ആവുകയാണ്. എന്താണ്? ബിൽ ഓഫ് എക്സ്ചേഞ്ച്, കൺസൈൻമെന്റ്, ജോയിന്റ് വെഞ്ചർ. അഗെയിൻ സെയിം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് വെച്ച് നോക്കുമ്പോൾ ഒരു വർഷം കൺസൈൻമെന്റ് ചോദിച്ചാൽ ഒരു വർഷം ജോയിന്റ് വെഞ്ചർ ചോദിക്കുന്നു, അല്ലെങ്കിൽ ഇത് രണ്ടും ചോദിക്കുന്നേ ഇല്ല. ഇങ്ങനെയൊക്കെയാണ് അവര് നോക്കണത്. പക്ഷെ നമ്മുടെ സിലബസ് പ്രകാരം ബിൽ ഓഫ് എക്സ്ചേഞ്ചും കൺസൈൻമെന്റും ജോയിന്റ് വെഞ്ചറും എല്ലാം കൂടിയിട്ട് 10% ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതെല്ലാമേ 10 മാർക്ക് 10 10 10 പറഞ്ഞു വരുമെന്ന്? ഒരിക്കലും ഇല്ല. സോ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, അതിലും അക്കോമഡേഷൻ ബിൽ, ബിക്കോസ് അക്കോമഡേഷൻ ബിൽ നമുക്ക് ഫൗണ്ടേഷനിൽ ഇല്ലായിരുന്നു, ബട്ട് കൺസൈൻമെന്റ് ആൻഡ് ജോയിന്റ് വെഞ്ചർ നമുക്ക് ഫൗണ്ടേഷനിൽ ഉണ്ടായിരുന്നു, CMA ഫൗണ്ടേഷനിൽ. സോ ചോദിക്കാൻ സാധ്യത ഉണ്ടെങ്കിലും നിങ്ങൾ കൂടുതൽ പ്രസക്തി കൊടുക്കേണ്ടത് ബിൽ ഓഫ് എക്സ്ചേഞ്ചിലത്തെ അക്കോമഡേഷൻ ബില്ലിനാണ്. അത് മ്യൂച്വൽ അക്കോമഡേഷൻ ആയിരിക്കാം, അല്ല സാധാ ഒരാൾ മറ്റൊരാളെ സഹായിക്കുന്നു എന്നുള്ള ബേസിനും ആവാം. ദാറ്റ്സ് ഓൾ. സോ ബിൽ ഓഫ് എക്സ്ചേഞ്ചിന് കൂടുതൽ പ്രസക്തി കൊടുക്കുക. സോ കമ്മിങ് ബാക്ക്, ഫസ്റ്റ് വൺ BRS, സെക്കൻഡ് വൺ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്, തേർഡ് വൺ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, അതും അക്കോമഡേഷൻ ബിൽ. ഏറ്റവും കൂടുതൽ കൺസൈൻമെന്റും ജോയിന്റ് വെഞ്ചറും പഠിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്, പഠിക്കണം, പക്ഷെ കൂടുതൽ ടൈം അതിനെ അലോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് നെക്സ്റ്റ് വൺ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ മീറ്റി പാർട്ട് എന്നൊക്കെ പറയില്ലേ, അത് ദ സോൾ കണ്ടന്റ്. ഏറ്റവും കൂടുതൽ മാർക്ക് വരാൻ സാധ്യതയുള്ളത് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ്, ഫൈനൽ അക്കൗണ്ട്സ്, ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയതായിട്ടുള്ള, ചിലപ്പോൾ ഡിഗ്രി ലെവലിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, +2 ആണ് ബേസ് എന്ന് പറയുന്ന ആൾക്കാർക്ക് ഇത് പുതിയതായിരിക്കും. ബ്രാഞ്ച് അക്കൗണ്ട്സ്, ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ട്സ്, ഹയർ പർച്ചേസ്, ലീസ്, ഇതെന്നൊക്കെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചോദ്യം വരാൻ സാധ്യതയുള്ളത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ഇതിന് കൂടുതൽ പ്രസക്തി കൊടുക്കുക. 20% പാർട്ട്ണർഷിപ്പിൽ നിന്നും മാത്രം. അതും നമ്മൾ വിചാരിക്കുന്ന പോലെ +2 നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അഡ്മിഷൻ, റിട്ടയർമെന്റ്, ഡെത്ത്, ഡിസല്യൂഷൻ, ഇതെല്ലാം പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇവർ ചോദിക്കുന്ന ചോദ്യം കസ്റ്റമൈസ്ഡ് ചോദ്യമായിരിക്കും. കസ്റ്റമൈസ്ഡ് ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താ? അഡ്മിഷൻ നടക്കുന്നു, സൈമൾട്ടേനിയസ്ലി റിട്ടയർമെന്റ് നടക്കുന്നു എന്ന് കൺജോയിന്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളായിരിക്കും. പിന്നെ ഡിസല്യൂഷൻ ഒന്നും കൂടുതൽ ഇതുവരെ നടത്തിയ ഒരു അനാലിസിസ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസല്യൂഷൻ വന്നിട്ടേ ഇല്ല എന്ന് വെച്ചിട്ട് നമുക്കത് സ്കിപ്പ് ചെയ്യാനും പറ്റില്ല. നമ്മൾ നമ്മുടെ ഭാഗം കറക്റ്റ് ആക്കുക, ഡിസല്യൂഷൻ നന്നായിട്ട് പഠിച്ചു പോവുക. അതിൽ ഇൻസോൾവൻസി ഭാഗം ആൻഡ് നമ്മുടെ ഗാർണർ വേഴ്സസ് മുറേ, ഇതുവരെയൊന്നും അധികം വന്ന് കണ്ടിട്ടില്ല. ബട്ട് മേക്ക് ഷുവർ ദാറ്റ് യു ലേൺ ഇറ്റ് പ്രോപ്പർലി. അതുപോലെ NPO നിങ്ങൾക്ക് CMA ഫൗണ്ടേഷനിൽ ഉണ്ടായിരുന്ന ഒരു ടോപ്പിക്കാണ്, ഫൈനൽ അക്കൗണ്ട്സ് ഉണ്ടായിരുന്ന ഒരു ടോപ്പിക്കാണ്. ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് അഫ്കോഴ്സ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല അല്ലേ? സോ ഇൻകംപ്ലീറ്റ് റെക്കോർഡ് എന്നും ഫൈനൽ അക്കൗണ്ട്സ് എന്നും NPO എന്നും മാത്രമായിട്ട് 20% പറഞ്ഞാൽ എല്ലാം കൂടി 20 മാർക്ക് വരുന്നുണ്ട്. സോ ഫൈനൽ അക്കൗണ്ട്സ്, ട്രേഡിംഗ് അക്കൗണ്ട്, P&L അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് വിത്ത് അഡ്ജസ്റ്റ്മെന്റ്സിൽ നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് ബാഡ് ഡെറ്റ്, പ്രൊവിഷൻ, ഇത് വിട്ടിട്ട് ഒരു കളിയുമില്ല. പിന്നെ അബ്നോർമൽ ലോസ്, ഗുഡ്സ് ഡിസ്ട്രോയിഡ് ബൈ ഫയർ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വൃത്തിക്ക് നോക്കിയിട്ട് പോവുക.
NPO നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് നിങ്ങൾക്ക് അറിയാം റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് വരയ്ക്കണം. അതിൽ സബ്സ്ക്രിപ്ഷന്റെ ട്രീറ്റ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആർക്കറിയാം, ചിലപ്പോൾ സബ്സ്ക്രിപ്ഷന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് മാത്രമായിട്ട് ഒരു ചോദ്യം ചോദിച്ചേക്കാം. നമ്മൾ നമ്മുടെ ഭാഗം ക്ലിയർ ആക്കുക. ആൻഡ് ആസ് ഐ ടോൾഡ് യു ഏർലിയർ, പാർട്ട്ണർഷിപ്പ് ഇസ് റിയലി ഇമ്പോർട്ടന്റ്. പാർട്ട്ണർഷിപ്പിൽ നമുക്ക് അഡ്മിഷൻ ഉണ്ട്, റിട്ടയർമെന്റ് ഉണ്ട്, ഡെത്ത് ഉണ്ട്, ഡിസൊല്യൂഷൻ ഉണ്ട്, അത് കൂടാതെ അമാൽഗമേഷൻ ഉണ്ട്, LLPയും ഉണ്ട്. ഇതിൽ കവിഞ്ഞ് വേറെ എന്താ വേണ്ടത്? ഇതിന്ന് ഉറപ്പായിട്ടും ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവും. ആൻഡ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ ഒരു ഓൾട്ടർനേറ്റീവ് ഡേയ്സിലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പാർട്ട്ണർഷിപ്പിന്റെ പ്രോബ്ലം ചെയ്ത് പഠിച്ചുകൊണ്ടേയിരിക്കുക. സ്വാഭാവികമായിട്ടും അതിൽ നിന്നൊരു മെയിൻ മാർക്കിനുള്ള ക്വസ്റ്റ്യൻ അതിൽ നിന്നും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. നിങ്ങൾ ഫുൾ ആൻസർ കറക്റ്റ് ആക്കിയില്ലെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് സ്റ്റെപ്പും വർക്കിംഗ് നോട്ടും ചെയ്യുന്നതിനെല്ലാം മാർക്കുണ്ട്. അതാണ് അതിന്റെ ഒരു ഗിമിക്സ്. ആൻഡ് ക്ലൈമാക്സ് പോർഷൻ ആണ്, ബട്ട് സ്റ്റിൽ 15% വെയിറ്റേജ് ഇസ് നോട്ട് എ ജോക്ക്. 15 മാർക്ക് ലീസ് അക്കൗണ്ടിങ്. ലീസ് അക്കൗണ്ടിങ് കൂടുതലും ഓപ്പറേറ്റിംഗ് ലീസ്, ഫിനാൻഷ്യൽ ലീസ്. ഓപ്പറേറ്റിംഗ് ലീസും ഫിനാൻഷ്യൽ ലീസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇത് ഓപ്പറേറ്റിംഗ് ലീസ് ആണോ ഫിനാൻഷ്യൽ ലീസ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറയുക. അതുപോലെ ബ്രാഞ്ച് അക്കൗണ്ട്സ്, ഇറ്റ്സ് ടു ഹെവി, ഭയങ്കര ലെങ്തി ചാപ്റ്റർ ആണ് ബ്രാഞ്ച്, ഇൻക്ലൂഡിങ് ഫോറിൻ ബ്രാഞ്ച്. ഇതിലുള്ള ഈ ഫോറിൻ ബ്രാഞ്ച് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ AS11 നമുക്ക് ഏകദേശം ഒരു മെജോറിറ്റി കവർ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ട്സ്, ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫർ ട്രീറ്റ്മെന്റ് ഒക്കെ പഠിച്ചു വെക്കുക. ഇൻഷുറൻസ് ക്ലെയിം കൂടുതൽ ഒരു 5 മാർക്കിനോ അങ്ങനെയൊക്കെ വരാൻ സാധ്യത, 7 മാർക്കിനും വരാം. അതിൽ ആവറേജ് ക്ലോസ് അപ്ലൈ ചെയ്തിട്ട് എത്ര ഇൻഷുറൻസ് നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റും സ്റ്റോക്ക് ഡിസ്ട്രോയ് ആവുമ്പോൾ എന്നുള്ള ചോദ്യം അവരുടെ ഫേവറേറ്റ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഹയർ പർച്ചേസ്, ഇൻ ദ ബുക്സ് ഓഫ് ദ ഹയർ പർച്ചേസർ, ഇൻ ദ ബുക്സ് ഓഫ് ദ ഹയർ വെൻഡർ. ഇത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. സോ ജസ്റ്റ് സിലബസ് കവർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും. പഠിക്കുന്ന കുട്ടികൾക്ക് എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ തുടങ്ങുമ്പോൾ ആദ്യം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളൊക്കെ സ്മാർട്ട് ആയിട്ട് 15 മാർക്കിന്റെ മേലെ നമുക്ക് കിട്ടണമെങ്കിൽ AS1ഉം AS10ഉം AS11ഉം ഓൾറെഡി നിങ്ങൾ ഇതിനു മുന്നേ പഠിച്ചിട്ടുണ്ടാവും. അറ്റ്ലീസ്റ്റ് AS1 ആണ്, AS10 ആണ്, AS11 ആണ് എന്നുള്ള ബേസിലല്ല, ഏതെങ്കിലും ഒരു ടോപ്പിക്കിന്റെ സബ്മേർജ്ഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ചെയ്യേണ്ടത് AS12ഉം AS16ഉം, ബിക്കോസ് ദാറ്റ് ഈസ് ന്യൂ ഫോർ യു, അതിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുക. AS22 ഓൾസോ. AS22 എന്നൊന്നും അധികം ക്വസ്റ്റ്യൻ ഇതുവരെ കണ്ടിട്ടില്ല. ആൻഡ് അത് കൂടാതെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട പ്രോബ്ലം ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പ്, ബ്രാഞ്ച് അക്കൗണ്ട്സ്, ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ട്സ്, ഹയർ പർച്ചേസ്. പിന്നെ തിയറി പാർട്ടിലോട്ട് വരാം. തിയറിയും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. ഹയർ പർച്ചേസും ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസം എന്താ, റീവാലുവേഷൻ അക്കൗണ്ട്, റിയലൈസേഷൻ അക്കൗണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്താ, ഡിഫറൻസ്, രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് അവരുടെ ഫേവറേറ്റ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ, എന്തിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു, എന്തിനെ റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു അവർ ചോദിക്കും. ആൻഡ് സ്വാഭാവികമായിട്ടും പ്രിൻസിപ്പിൾസ്, ആദ്യം സിലബസിന്റെ ആദ്യത്തെ പോർഷൻ, കൺസർവേറ്റിസം, മാച്ചിങ് കോൺസെപ്റ്റ്, ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. ആൻഡ് മെയിൻലി ഡിഫറൻസ് വെച്ച് നോക്കുന്ന സമയത്ത് പിന്നെ വരാൻ സാധ്യതയുള്ള റീവാലുവേഷൻ അക്കൗണ്ട്, റിയലൈസേഷൻ അക്കൗണ്ട്, ആസ് ഐ ടോൾഡ് യു ഏർലിയർ. ഡിസൊല്യൂഷൻ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നടക്കാം, ഡിസൊല്യൂഷൻ നടക്കാനുള്ള കാരണങ്ങൾ, ഡിസൊല്യൂഷൻ ബൈ കോഡ്, ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെന്റ്, ഡിസൊല്യൂഷൻ ബൈ നോട്ടീസ്, ഡിസൊല്യൂഷൻ ഡ്യൂ ടു ഇൻസോൾവൻസി ഓർ അൺസർട്ടനിറ്റി, അങ്ങനെ പല റീസൺസ് ഉണ്ടല്ലോ, അതൊക്കെ ചോദിക്കാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇപ്പോഴും സമയം വേസ്റ്റ് ചെയ്യാനില്ല നമുക്ക്. ഇറ്റ്സ് ഹൈ ടൈം. ഇപ്പൊ തുടങ്ങിയാലും ഒരു കൺസിസ്റ്റന്റ് ആൻഡ് ഡിസിപ്ലിൻ സ്റ്റഡി വിൽ ഗെറ്റ് യു മോർ ദാൻ 60 മാർക്സ്. ആൻഡ് ഐ എം നോട്ട് ജോക്കിംഗ്, ഐ ഗ്യാരണ്ടി യു ദാറ്റ്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നമുക്കൊന്ന് നടത്താം. സോ that we will do in the next video class. Okay, thank you so much. All the best.